ഇറാൻ വാർത്തകളിൽ നിറയുമ്പോൾ ഇറാനിൽ സംഭവിച്ച ഒരു മതപരിവർത്തനവും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ചാരം മൂടിക്കിടന്ന കനലുകൾ ചെറുതായി ഒന്ന് ഊതുമ്പോൾ തീ ആളിക്കത്തുന്നത് പോലെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ മതപരിവർത്തനത്തിന്റെ വിശ്വാസകാവ്യം കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ അവസാന ഷാ ആയിരുന്ന മുഹമ്മദ് റസ പല്ലവിയുടെ മുതിർന്ന സഹോദരി ഷാംസ് പല്ലവി തന്റെ യൗവനത്തിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും തുടർന്ന് അവരുടെ ഭർത്താവ് മെഹ്ദാദ് പഹൽബോർഡും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നതാണ് വിസ്മയജനകമായ ആ ചരിത്രം. 1917 ഒക്ടോബർ 28 ടെഹ്റാനിലായിരുന്നു ഷാംസിന്റെ ജനനം. ഇറാനെ പുരോഗമനവൽക്കരിക്കാനുള്ള പല നടപടികളിലും സർവാത്മന ഷാംസ് പങ്കെടുത്തിരുന്നു. പൊതുസമൂഹത്തിനിടയിൽ സ്ത്രീകളെ കൂടി പങ്കുകാരാക്കാനുള്ള ഷായുടെ പരിശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഷാംസ് ടെഹ്റാൻ ടീച്ചേഴ്സ് കോളേജിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തതും പർദ്ദ നിർത്തലാക്കൽ പ്രസ്ഥാനത്തിൽ തന്റേതായ പങ്കുവഹിച്ചതും. മഹ്മൂദ് ജാമിന്റെ മകൻ ഫെറൈദൂണിനെ വിവാഹം ചെയ്തുവെങ്കിലും ആ വിവാഹ ജീവിതം പരാജയമായിരുന്നു. ഷാംസിന്റെ ജീവിതത്തിലേക്ക് രണ്ടാമതായി കടന്നു വന്ന വ്യക്തിയായിരുന്നു മെഹർബാദ് പഹൽബോർഡ്. 1940കളിലാണ് ഷാംസ് കത്തോലിക്ക വിശ്വാസവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചത്. സുഹൃത്തും ഫ്രഞ്ചുകാരിയുമായ ഏൺസ്റ്റ് പെറോൺ ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ഒടുവിൽ കത്തോലിക്ക വിശ്വാസിയായി തീരുന്നതിൽ വരെ അത് എത്തിച്ചേരുകയും ചെയ്തു. ഷാംസ് കത്തോലിക്ക വിശ്വാസിയായതിനെ തുടർന്ന് ആ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ മനസ്സിലാക്കിയ ഭർത്താവും മക്കളും വൈകാതെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഇറാനിലെ റെഡ് ക്രോസ് സംഘടനയായ റെഡ് ലിയോൺ ആൻഡ് സൺ സൊസൈറ്റിയുമായി സഹകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമായിരുന്നു ഷാംസ് ജീവിതകാലത്ത് കൂടുതലായും കാഴ്ചവെച്ചിരുന്നത്. 1979 ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് ഷാംസ് അമേരിക്കയെ സ്ഥിരതാമസമാക്കി. 1996 ക്യാൻസർ രോഗബാധയെ തുടർന്നായിരുന്നു അന്ത്യം. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ തന്നെ ഇറാനിലെ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മതപീഡനങ്ങളുടെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ഡോഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ 254 ക്രൈസ്തവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ 40 ക്രൈസ്തവരെ ചാരക്കുറ്റം ചുമത്തി ജയിലിലാക്കിയിട്ടുമുണ്ട്. ജയിൽ ശിക്ഷ, നിർബന്ധിത ജോലി, നാടുകടത്തൽ എന്നിവയാണ് ക്രൈസ്തവർക്കുള്ള ശിക്ഷകളിൽ ഉൾപ്പെടുന്നത്. 92 ദശലക്ഷമാണ് ഇറാനിലെ ജനസംഖ്യ. എന്നാൽ അതിൽ 80,000 ക്രൈസ്തവർ മാത്രമാണ് ഉള്ളത്. സ്വന്തം വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ നിർദ്ധയമായി പീഡിപ്പിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്ന ഒരാൾ കത്തോലിക്ക മതവിശ്വാസിയായിരുന്നു എന്ന വിവരം ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ സ്വപ്ന ദർശനങ്ങളിലൂടെ ക്രിസ്തു അനേകം മുസ്ലിം വിശ്വാസികളെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഷാംസിന്റെ ഈ പരിവർത്തന കഥ വർത്തമാനകാലത്തിന് പുതിയൊരു ശോഭയാണ് പകർന്നു നൽകിയിരിക്കുന്നത്.